തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രിയിലെ മഴയിലും കാറ്റിലും 42 വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. അരുവിക്കര ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിലും സമീപ പ്രദേശങ്ങളിലും ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ അരുവിക്കര ഡാമിന്റെ 1 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ ഇന്ന് ക്രമേണ 100 സെന്റിമീറ്റർ ഉയർത്തും. അമൽ തേരമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നു. അമൽ, വിവിധ സ്ഥലങ്ങളിൽ മരം കടപുഴകി വീണിട്ടുണ്ട്. ഒപ്പം മറ്റൊന്ന് ജാഗ്രതയോടെ ഇരിക്കേണ്ടത് ഈ അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ 1 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ 100 സെന്റിമീറ്റർ ഉയർത്തും എന്നതിലാണ്. ഏതൊക്കെ മേഖലയിലുള്ളവരാണ് ഈ സമയത്ത് ശ്രദ്ധയോടെ കൂടുതൽ ജാഗ്രതയോടെ ഇരിക്കേണ്ടത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മോത്തി, തിരുവനന്തപുരം ജില്ലയിൽ നിലവിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ പലയിടങ്ങളിലും ഇന്നലെ വൈകുന്നേരം പെയ്ത മഴയിൽ കനത്ത നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. മലയോര മേഖലയിലും അതോടൊപ്പം തന്നെ നഗരപ്രദേശങ്ങളിലും ഒരുപോലെ തന്നെയാണ് പ്രശ്നങ്ങൾ നേരിടുന്നത്. നിലവിൽ എന്തായാലും മഴ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ മഴ മാറി നിൽക്കുമ്പോഴും എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം എന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പ്രസ് ക്ലബിന് മുന്നിലാണ്. പ്രസ് ക്ലബിന് മുന്നിൽ ഒരു വലിയ മരം, ഒരുപാട് പഴക്കമുള്ള മരമാണ്. ആ മരം മറിഞ്ഞ് പ്രസ് ക്ലബിന് മുകളിലേക്ക് വീണിട്ടുണ്ട്. മുറിച്ച് മാറ്റുന്നതിനുള്ള നടപടി ഇപ്പോൾ ഫയർഫോഴ്സ് അധികൃതരെത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ ഈ മരം പൂർണ്ണമായും മുറിച്ചു മാറ്റി ഇതിലെ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. അത് മാറ്റാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വൈദ്യുതി ലൈനുകളും തകരാറിലായിട്ടുണ്ട്. വലിയൊരു മരമാണ്. അത് പ്രസ് ക്ലബിൻ്റെ ഏറ്റവും മുകൾ തൊട്ട് താഴെ വശം വരെയുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതുപോലെ പലയിടങ്ങളിലായി മരം കടപുഴകി വീണു. 100 കേസുകൾ ഇത്തരത്തിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത്. 42 വീടുകൾക്കാണ് കേടുപാട് സംഭവിച്ചിരിക്കുന്നത്. ഈ മലയോര മേഖലയിലാണ് വീടുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായിരിക്കുന്നത്. 42 വീടുകൾ തകർന്നു. അതിൽ 12 വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അണ്ടൂർ കോണത്തടക്കം ഒരു വീട് പൂർണ്ണമായും തകർന്ന വാർത്തയും രാവിലെ വരുന്നുണ്ട്. അത് ഇന്നലെ രാത്രി വൈകിയുണ്ടായ അപകടമാണ്. അതോടൊപ്പം തന്നെ മലയോര മേഖലയിലേക്കുള്ള യാത്രയടക്കം ചെയ്യുന്നവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് നിർദ്ദേശം. എപ്പോൾ വേണമെങ്കിലും ഈ മഴയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ വെള്ളം ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്നു എന്നുള്ളതാണ്. മഴ അധികം സമയം നീണ്ടു എങ്കിൽ കൂടി പെയ്യുന്ന സമയത്ത് അതിശക്തമായ മഴയാണ്. അതാണ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെയും ചാക്കയടക്കമുള്ള സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നുവെങ്കിലും നിലവിൽ ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ വെള്ളമില്ല, പൂർണ്ണമായും ഒഴുകി തീർന്നിട്ടുണ്ട്. മറ്റൊന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള എന്തെങ്കിലും നടപടിയുണ്ടോ? കാരണം ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ കാലവർഷം ശക്തി പ്രാപിക്കുകയാണല്ലോ. നിലവിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴ ഇപ്പോൾ മാറി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്നാൽ അങ്ങനെ ഒരു അത്രയധികം ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ളതാണ് പറയുന്നത്. മഴയുടെ ഒരു വരും മണിക്കൂറുകളിലെ അവസ്ഥ എന്താണെന്ന് പരിശോധിച്ച ശേഷം കൂടുതൽ നടപടികൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ റവന്യൂ മന്ത്രി അല്പസമയത്തിനകം തന്നെ കാലാവസ്ഥാ വകുപ്പിൻ്റെ ഓഫീസ് സന്ദർശിക്കുന്നുണ്ട്. അവിടെ എത്തിയ ശേഷം മന്ത്രിയുടെ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ തുടർന്നുള്ള നീക്കങ്ങൾ സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളുടെയും ഒക്കെ തുടർ നീക്കങ്ങൾ എന്താകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുമെന്നാണ്. തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. മരം മുറിക്കുന്ന ശബ്ദം നന്നായി കേൾക്കുന്നുണ്ട് അമൽ നിൽക്കുന്ന സ്ഥലത്ത്.